പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ റിങ് എന്താണെന്ന് പറയുകയും അതിൻ്റെ ചെറിയ എക്സാമ്പിൾസ് കാണുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നിന്നുണ്ടായത്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എഫ് ബി ദ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം ആർ ടു ആർ. ഈ ഓൺ എഫ് നിങ്ങൾ പ്ലസ് ഡിഫൈൻ ചെയ്യുക. എങ്ങനെ? ഇഫ് സ്മോൾ എഫ് ആൻഡ് സ്മോൾ ജി ആർ എനി ടു എലമെൻറ്റ്സ് ഇൻ എഫ്, you define an f plus g is an element in f which is defined by f plus g of x equal to fx plus gx, and a dot is defined by we are taking two elements f and g from f, and we are define f dot g we likely to be member in capital F, which is defined by this one, f dot g of x equal to fx into usual g multiplication, because f of x is a real number, g from r to r, therefore g of x is a real number, therefore this is nothing but a multiplication of two real numbers. So with respect to this plus and dot, we can claim that f plus dot, this f is a ring with respect to this plus and dot. I think all steps are easy. Because we are familiar with the fact that f plus is an abelian group. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ്റെ ഡോട്ട് എന്തായാലും ബൈനറി ആണല്ലോ. എഫ് അറിയുന്ന ആറിലേക്കുള്ള ഫംഗ്ഷനാണ്, ജി അറിയുന്ന ആറിലേക്ക് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ജി എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ അത് അറിയുന്ന ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് ബൈനറി ഒക്കെയാണ്. അടുത്ത ചോദ്യം ഇതാണ്, എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് ഈക്വൽ ടു എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് ആണോ എന്ന് നോക്കണം. കാരണം വിത്ത് റെസ്പെക്ട് സെക്കൻഡ് ഓപ്പറേഷൻ അസോസിയേറ്റിവിറ്റി ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എഫ് ഈക്വൽ ജി എന്ന് നോക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എക്സ് ആണോ ഫോർ എവരി എക്സ് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതാണ്, എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് ഓഫ് എക്സ് കണ്ടുനോക്കുക, എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് ഓഫ് എക്സ് കണ്ടുനോക്കുക. ഇത് ഡെഫിനിഷൻ പ്രകാരം, ഇപ്പോൾ ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ, ഇത് പ്രകാരം ആരാ? എഫ് എക്സ് ഇൻറ്റു ജി ഡോട്ട് എച്ച് ഓഫ് എക്സ്. കാരണം എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ, അതാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ദിസ് ഈസ് ഈക്വൽ ടു ആരാ? എഫ് എക്സ് ഇൻറ്റു, വീണ്ടും ഇതിൽ ആ കണ്ടീഷൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യുക, ജി എക്സ് ഇൻറ്റു ആരാ? എച്ച് ഓഫ് എക്സ്. ഇതിന് വേണ്ടി നമുക്ക് തിരിച്ച് മറിച്ച് അപ്ലൈ ചെയ്യാമല്ലോ. ഇതൊക്കെ മൂന്ന് റിയൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് എഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ആരാ? എച്ച് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. ഇനി ഇത് ഈ ഭാഗം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈക്വൽ ആവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി എഫ് ഡോട്ട് ജി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഡോട്ട് ജി പ്ലസ് എഫ് ഡോട്ട് എച്ച് ആണോ നോക്കണം. അപ്പോൾ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? അതായത് എഫ് ഡോട്ട് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് എഫ് ഡോട്ട് ജി പ്ലസ് എഫ് ഡോട്ട് എച്ച് ഓഫ് എക്സ് ആണ് നോക്കണം. ഇത് ഡെഫിനിഷൻ പ്രകാരം ആരാണ്? എഫ് എക്സ് ഇൻറ്റു ജി പ്ലസ് എച്ച് ഓഫ് എക്സ്. അഡീഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതാരാ? എഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആരാ? എച്ച് ഓഫ് എക്സ്. ഇതൊക്കെ വെറും റിയൽ നമ്പറാണ്. റിയൽ നമ്പറിനെ എങ്ങനെ കുടിക്കാമെന്ന് നമുക്കറിയാലോ. ആരാ? എഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ആരാ? എച്ച് ഓഫ് എക്സ്. Therefore this is equal to f dot g of x by definition plus f dot h of x. This is equal to f dot g plus f dot h of x by definition. So distributive law is okay. അതുകൊണ്ട് അത് റിംഗ് ആണെന്ന് കാണിക്കില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തെങ്കിലും ഞാനൊന്നും കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു റിങ്ങിൽ നിങ്ങൾക്ക് എ ഇൻറ്റു സീറോ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ആരാണ് സീറോ? അത് ആദ്യം പരിചയപ്പെടുത്തണം. അപ്പോൾ ആറ് റിങ് ആണെങ്കിൽ ആർ പ്ലസ് എന്ന് പറയുന്നത്, പ്ലസ് എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ ആട്ടോ, ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ആണെങ്കിൽ എന്തായാലും അതിനാരാണ്? അപ്പോൾ എ ആറിലെ എലമെൻ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആറ് എന്ന് പറയുന്നത് നൊട്ടേഷനാണ്, അല്ലാതെ റിയൽ നമ്പേഴ്സ് അല്ല കേട്ടോ. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ആറ് എന്ന് പറയുന്ന റിങ്ങിൻ്റെ പ്ലസ് ആണ് ഓപ്പറേഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ അതിന് ഐഡൻറ്റിറ്റി ഉണ്ടാവും, കാരണം ആർ പ്ലസ് ഒരു ഗ്രൂപ്പാണല്ലോ. ആ ഐഡൻറ്റിറ്റിയുടെ നൊട്ടേഷനാണ് ഒരു സീറോ. അല്ലാതെ അത് നമ്മൾ പറയുന്ന
സാധാരണ സീറോ അല്ല. ഇപ്പോൾ കുറേ എക്സാമ്പിളിൽ അത് സാധാരണ സീറോ തന്നെ. ഇപ്പോൾ ആർ പ്ലസ് ഡോട്ട് എടുത്തു, നിങ്ങൾ റിയൽ നമ്പേഴ്സ്, സാധാരണ അഡീഷൻ, സാധാരണ ഡോട്ട്. ആരാണ് ഇവിടുത്തെ സീറോ എന്ന് പറയുന്നത്? നമ്മുടെ സാധാരണ സീറോ തന്നെ. സെഡ് പ്ലസ് ഡോട്ട് എടുത്തു, ആരാണ്? നമ്മുടെ പണ്ട് മുതലേ നമുക്ക് പരിചയമുള്ള സീറോ തന്നെ. നേരെ മറിച്ച് നിങ്ങൾ ഈ റിങ് എടുത്തു എന്നിരിക്കട്ടെ, നമ്മൾ ഇയാൾ റിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ M2 R എടുത്തോ തൽക്കാലം. M2 R മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ റിങ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടുത്തെ സീറോ? ഇവിടുത്തെ സീറോ എന്ന് പറഞ്ഞാൽ 0 0 0 0 ആണ്. അപ്പോൾ ഈ സീറോയുടെ നൊട്ടേഷൻ ആദ്യം തന്നെ മനസ്സിലാക്കുക, അത് റിങ്ങിലെ സീറോ ആണ്. റിങ്ങിലെ ഇനി എപ്പോഴെങ്കിലും സീറോ എന്ന് കണ്ടാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്. റിങ്ങിൽ സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ആരാണ്? R പ്ലസ് ഒരു ഗ്രൂപ്പാണ്, അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ഓപ്പറേഷൻ ആരാ? ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയുടെ നൊട്ടേഷനാണ് ആര്? സീറോ. അതുപോലെ മൈനസ് എയുടെ നൊട്ടേഷൻ പറയാം. എ റിങ്ങിലെ എലമെൻ്റ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ഓപ്പറേഷൻ അതിനാരാ? ഇൻവേഴ്സ് ഉണ്ടായി പറ്റൂ, കാരണം R പ്ലസ് ഗ്രൂപ്പാണ്. ആ ഇൻവേഴ്സിൻ്റെ നൊട്ടേഷനാണ് ആര്? മൈനസ് എ. അപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് നോക്കാം. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എ ഇൻ ആർ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ZN അല്ലെങ്കിൽ ZN അഡീഷൻ മോഡ് n, മൾട്ടിപ്ലിക്കേഷൻ മോഡ് n ഗ്രൂപ്പാണ്. അപ്പോൾ ഇൻ പർട്ടിക്കുലർ റിംഗ് ആണ്. Z3 അഡീഷൻ മോഡ് 3, മൾട്ടിപ്ലിക്കേഷൻ മോഡ് 3യും ഒരു റിംഗ് ആണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാം? അപ്പോൾ റിങ്ങിൽ എന്താണ്? രണ്ട് സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് അഡീഷൻ മോഡ് 3, Z3യിലെ എലമെൻ്റ് ആരാ? 0 1 2. ഇതിലെ എലമെൻ്റ് ആരാ? 0 1 2 0 1 2 1 2 0. ഇതാരാണ്? 2 0 1. ഇതാണ് വിത്ത് റെസ്പെക്ട് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ മോഡോ രണ്ടാമത്തെ ഓപ്പറേഷൻ ആര്? 0 1 2 0 1 2. അപ്പോൾ 0 × 0 0, 0 × 1 0 0. ഓക്കെ, 0 0. 1 × 1 1, 1 × 2 2, 2 × 1 2, 2 × 2 ആരാ? 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ മോഡ് 3 അല്ലേ? അതാരാണ്? 1 ആണ്. 4ൽ റിമൈൻഡർ കളഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഗ്രൂപ്പിലെ ഏത് റോയിലും കോളത്തിലും ഒരു എലമെൻറ്റ് ഒരു തവണയേ വരുള്ളൂ. അത് ഇവിടെ അങ്ങനെ വരണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ. കാരണം വിത്ത് റെസ്പെക്ട് സെക്കൻഡ് ഓപ്പറേഷൻ അത് ഗ്രൂപ്പ് സ്ട്രക്ചർ അല്ല. അതുകൊണ്ട് നോക്കൂ, ഇവിടെ 0 കുറേ തവണ വന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണല്ലേ, ഏതൊരു ഇവിടെ നോക്കൂ, 0 × 0 0 ആണ്, 1 × 0 0 ആണ്, 2 × 0 0 ആണ്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഒരു റിങ്ങിൽ ഏത് എലമെൻറ്റിനെയും ഇടതുവശത്ത് തിരിച്ചും തെളിയിക്കാം കേട്ടോ. 0.a അതും ആരാണ്? 0 ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഏത് എലമെൻറ്റിനെയും നിങ്ങൾ ആരാണ്? 0 കൊണ്ട് ഗുണിച്ചാൽ അതാരാണ്? 0 ആണെന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ തെളിയിക്കുമ്പോൾ നമ്മളൊരിക്കലും, ഞാൻ പറഞ്ഞത് റിയൽ നമ്പറിനോ പണ്ട് മുതലേ നമ്മൾക്കിത് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പണ്ട് മുതലേ തന്നെ a × 0 0 ആയിരുന്നല്ലോ, അല്ലെങ്കിൽ 0ത്തിന് ഏതോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അങ്ങനെ വിചാരിക്കരുത്. ഇത് റിങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ അഡീഷൻ ആവണമെന്ന് നിർബന്ധമില്ല, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം. ഇപ്പോൾ 0 + 0 0 ആണ്. എന്തുകൊണ്ട്? അതായത് 0 എന്ന് പറയുന്നത് എന്തായാലും റിങ്ങിലെ എലമെൻ്റ് ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എ എന്ന് പറയുന്നത് റിങ്ങിലെ എലമെൻ്റ് ആണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ ബൈനറി ആണ്. അതുകൊണ്ട് 0 × a അല്ലെങ്കിൽ a × 0 എന്ന് പറയുന്നത്, a × 0 എന്ന് പറയുന്ന റിങ്ങിലെ എലമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതാണ്? 0 എന്ന് പറയുന്ന റിങ്ങിലെ എലമെൻ്റ് ആണ്, റിങ്ങിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ 0. അപ്പോൾ റിങ്ങിലെ ഏത് എലമെൻറ്റിൻ്റെ കൂടെ 0 കിട്ടിയാൽ ആ എലമെൻ്റ് തന്നെ കിട്ടും. അതുകൊണ്ട് 0യുടെ കൂടെ 0 കിട്ടിയ 0 തന്നെ കിട്ടും. ഇതാണ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, കാരണം സിൻസ് 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ദിസ് ഈസ് ദ റീസൺ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ a × 0 + 0 ഈക്വൽ ടു ആരാ? a × 0 ആണ്. കാരണം രണ്ട് വശത്തും, ഇടതുവശത്ത് നിങ്ങൾ a കൊണ്ട് ഗുണിച്ചതുപോലെ വലതുവശത്ത് വേണമെങ്കിൽ ഗുണിക്കാം കേട്ടോ. ഇനി റിംഗ് ആയതുകൊണ്ട് അതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. a × 0 പ്ലസ് ആരാ? a × 0 ആണ്, ഈക്വൽ ടു ആരാ? a × 0. അപ്പോൾ a × 0 + a × 0 ഈക്വൽ ടു a × 0 + 0 എന്ന് എഴുതാലോ. കാരണം 0 ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, a × 0 റിങ്ങിലെ എലമെൻ്റ് ആണ്. റിങ്ങിലെ എലമെൻറ്റിൻ്റെ കൂടെ അതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ 0 കൂട്ടിയാൽ ആ എലമെൻ്റ് തന്നെ കിട്ടും. ഏത് എലമെൻറ്റിൻ്റെ കൂടെയും ഐഡൻറ്റിറ്റി കൂട്ടിയാൽ ആ എലമെൻ്റ് തന്നെ കിട്ടും. അതുകൊണ്ട് a × 0 തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? a × 0 + 0 എന്ന് എഴുതാം. ആ റീസൺ കറക്റ്റ് ആകാം. ഇതൊക്കെ നോക്കുക, a × 0 റിങ്ങിലെ എലമെൻ്റ് ആണ്, a × 0 റിങ്ങിലെ എലമെൻ്റ് ആണ്, a × 0 റിങ്ങിലെ എലമെൻ്റ് ആണ്. ഇതിൽ വന്ന ഓപ്പറേഷൻ ആരാ? പ്ലസ് ആണ് വന്ന ഓപ്പറേഷൻ. വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ഓപ്പറേഷൻ അത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ ക്യാൻസലേഷനിലോ പോസിബിൾ ആണ്. ലെഫ്റ്റ് ക്യാൻസലേഷൻ ഉണ്ട്, റൈറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്താൽ എന്തായി? a × 0 ഈക്വൽ ടു ആരാ? 0 എന്ന് തെളിയിക്കാൻ പറ്റും.
അപ്പോൾ ഈ രീതിയിൽ അതിലെഴുതിയ ഓരോ സ്റ്റെപ്സിനെയും മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും പറഞ്ഞതാണ്, നോട്ടിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളതാണ്. അതിലിനി സംശയം ഉണ്ടാവില്ലേ, ഞാൻ എന്നാലും ഒരെണ്ണം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളൊന്നും ചെയ്യാവുന്നതാണ്, പക്ഷേ ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടണാരോട് തൽക്കാലം നിർത്താണ്. അത് മതി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് സ്ട്രോങ് ആക്കണം.